പെട്ടെന്ന് കയറി ഒരു പുതുപ്പണക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നത്? ഗൾഫിലൊക്കെ പോയി ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവിടുന്ന് പണം കൊണ്ടുവന്ന് ഇവിടെ 2 കാറ് മേടിക്കുന്നു, വീട് വലുതായിട്ട് പുതുക്കി പണിയുന്നു, അടിച്ച് ലാവിഷായിട്ട് പൊളിച്ച് കളയുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു താൽക്കാലികമായിരുന്നു. ആദ്യം സ്റ്റെബിലൈസ് ചെയ്യണം. ഇന്ത്യക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്, ഇന്ത്യക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് ബോസ്റ്റ് ചെയ്ത് സംഭവങ്ങൾ ഉണ്ടാക്കി വിശ്വഗുരു, ആ ഗുരു, ഈ ഗുരു എന്നൊന്ന് പറയും എടുത്ത് ചാടരുത്. അതിന് തക്കതായിട്ട്, കാരണം അമേരിക്ക നിങ്ങളെ കൺട്രോൾ ചെയ്യും. അങ്ങനെയാണ് രാജ്യം. ചൈനയെ പോലെ ഒരു കൺട്രോൾ ചെയ്യും. റഷ്യ കണ്ടോ, അവര് വാർ നിർത്തണം പറഞ്ഞ് റഷ്യ നടക്കുകയാണ്. ഇങ്ങനെങ്കിലും വാർ നിർത്തണം. ഇതാണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത. വെറുതെ കൊണ്ട് ചാടിച്ച് കളയും. നോക്ക, നമ്മുടെ ചുറ്റും ശത്രുക്കളെ ആക്കി കയ്യുന്നത്. ഇതൊക്കെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉണ്ടായതാണ്. വെറുതെ ഒന്നുമല്ലാത്ത പാകിസ്ഥാൻ ആർമി ചീഫിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ഇന്ത്യയും മോദിയും ട്രംപുമായിട്ടുള്ള പഴയ ബന്ധത്തിൽ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ സംഭവം ഉണ്ടാവത്തില്ല. ഇതിനെല്ലാം അതിനുശേഷം ഉണ്ടായതാണ് ഈ സംഭവം. അതിൻ്റെ ഓരോ ബാക്ക്ലാഷുകളാണ് ഈ പറയുന്ന അർണബ് ഗോസ്വാമി, ഹിരൺ ജോഷി, ഇങ്ങനെ പല ആൾക്കാരെ സൈഡ് ലൈൻ ചെയ്യുന്നു, പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, പുതിയ അഡാനിയെ കൊണ്ട് ചാനൽ മേടിപ്പിച്ച് അവരെ മുൻപന്തിയിൽ കൊണ്ടുവരുന്നു, ഇവരെ മുൻപന്തിയിൽ കൊണ്ടുവരുന്നു, പഴയ ആൾക്കാർ. കാരണം മോദിക്കും മനസ്സിലായി ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ എടുത്തു ചാടി ചെയ്യുന്നതല്ല ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയും നാഷണൽ സെക്യൂരിറ്റിയും അതിൻ്റെ ഡിപ്ലോമസിയും. അതിൻ്റേതായ പഴക്കവും ഹോംവർക്കും ചെയ്യുന്നവരാണ് ചെയ്യുന്നത്. എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്ന്. പഴയ ഇന്ത്യക്ക് ഇതൊക്കെ ചെയ്യാം, കാരണം വലിയ പ്രശ്നമൊന്നുമില്ല, എക്കോണമി വലുതായിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ത്യയുടെ എക്കോണമി മാറി. ഇന്ത്യക്കാർ ലോകം മുഴുവനും ഉണ്ട്. അവരെയൊക്കെ ബാധിക്കുന്ന ഇഷ്യൂ ആയിട്ട് ഓരോന്നും മാറുന്നു. ഇതാണ് ഉണ്ടായ സംഭവം. അതാ വേറൊന്നുമല്ല, കൃത്യമായിട്ട് പറയാം. അർണബിനെ, ഹിരൺ ജോഷിയെ ഒതുക്കിയത് അമേരിക്കൻ പ്രഷർ തന്നെയാണ്. മോദി മറ്റു പലരെയും നോട്ടം ഇട്ടിട്ടുണ്ട് പല ആൾക്കാരെ ഒതുക്കാൻ. കാരണം അയാളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. അതൊരു കാരണവശാലും ഒരു ഗവൺമെൻറ്റിനും, ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനും ആവശ്യമില്ലാത്ത കാര്യമാണ്. മറ്റുള്ള ഫോഴ്സുകൾ കൺട്രോൾ ചെയ്യും. അവിടുത്തെ മീഡിയ കൺട്രോൾ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നു. ഈ സാധനങ്ങളൊക്കെ മൂടി വരാനുള്ള ദിവസങ്ങളിൽ ഡിസ്മാൻഡിൽ ചെയ്ത് കൈയിൽ കൊടുക്കും. കാരണം അതിനൊക്കെ അപ്പുറമാണ് മോദി. അതായത് RSSൻ്റെ ഒറ്റൊരു ഭയമേ ഉള്ളൂ, RSSനേക്കാളും വലുതാണ് മോദി, സംഘടനയെക്കാളും വലുതാണ്. അതാണ് സത്യം. അതാണ് RSSൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ചില കാര്യങ്ങൾ പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും മീഡിയയായിട്ടും മോദിയുടെ പഴയ ബന്ധമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്.